അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സെറ്റും മുണ്ടും ഉടുക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഏട്ടൻ ഗിഫ്റ്റ് ചെയ്ത് അടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഒന്നിച്ച് കുറച്ച് ഫോട്ടോസും കൂടെ ഒക്കെ എടുത്ത് എല്ലാവരും ഒരുങ്ങി റെഡിയായി. ഇനി ഉച്ചയ്ക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടക്കുളങ്ങര കാർത്തിക റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടെ ഉച്ചയ്ക്ക് നല്ല തിരക്കാണ്. പെട്ടെന്നാണ് ഊണൊക്കെ തീരുന്നത്. അതുകൊണ്ട് ഏട്ടൻ നേരത്തെ വിളിച്ചു പറഞ്ഞു 4 ഊണ് മാറ്റി വെച്ചേക്കണേന്ന്. അങ്ങനെ നമ്മൾ കാർത്തിക റെസ്റ്റോറൻറ്റിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വിളിച്ചു പറഞ്ഞത് കാര്യം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഊണൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. താലി മീൽസാണ്. അതിനൊപ്പം നമ്മൾ പിന്നെ കണവ റോസ്റ്റും കേരക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി സ്വാദാട്ടോ. എല്ലാ കറികളും സൂപ്പറാണ്. അപ്പോൾ വയറ് നിറച്ച് കഴിച്ച് മത്തടിച്ച് പെരുമ്പാമ്പിനെ വിഴുങ്ങിയതുപോലെ ഞാൻ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ, അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പം ശരണ്യേച്ചി വിളിച്ചു വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ചേച്ചിയും പിള്ളേരും വീട്ടിലാണ്ട് എനിക്ക് കേക്കും ഒക്കെ ഗിഫ്റ്റ് ചെയ്തു. അവർ കേക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞുനെയായിട്ട് നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ആദ്യം തന്നെ ഞാൻ കുഞ്ഞുനാണ് കൊടുത്തത്. കുഞ്ഞുനും അമ്പാടിക്കും ചേച്ചിക്കും കൊടുത്തു. ഡയബറ്റിക് ആയതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷം തൊട്ട് കേക്ക് വാങ്ങിക്കലോ ആഘോഷങ്ങളോ ഒന്നും ഇല്ല. കേക്ക് മുറിക്കാനുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതാണ്. ഇപ്രാവശ്യം ചേച്ചിയുടെ വകയായിട്ട് എനിക്കൊരു കുഞ്ഞ് കേക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്തു. ഭയങ്കര സന്തോഷമായി. ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് മാത്രമല്ല, എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ്. എനിക്കൊരു ചേച്ചി ഇല്ലാത്തൊരു വിടവ് നികത്തിയ ആളാണ് ശരണേച്ചി. അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ആ രീതിയിൽ അവസാനിച്ചു. പിന്നെ രാത്രി ഞങ്ങൾ നരിവേട്ട സിനിമയ്ക്ക് പോയി. സിനിമയും കൂടെ കണ്ട് അങ്ങനെ എൻ്റെ 29ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമാക്കി.